ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നിത്യജീവനാണ്, സ്വർഗരാജ്യമാണ്. പ്രത്യേകിച്ചൊരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഇതിനെക്കുറിച്ച് കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് നിത്യജീവൻ. ആരും തരാത്ത ഒരു വാഗ്ദാനം. ഒരുപക്ഷെ നമുക്ക് ചുറ്റുമുള്ള അനേകം പേര് ഒത്തിരി വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായി നമ്മെ സഹായിച്ചവർ, ശാരീരികമായി നമുക്കാവശ്യമായിരിക്കുന്ന പല ഭൗതികമായ ചില കാര്യങ്ങൾ ചെയ്തു തന്ന ഒത്തിരി വ്യക്തികൾ നമുക്കുണ്ട്. പലതും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ചിലർ ചെയ്തു തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം. അത് നിത്യജീവൻ. ആർക്കും തരാൻ കഴിയാത്ത, ദൈവത്തിന് മാത്രം തരാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് നിത്യജീവൻ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നിത്യജീവൻ പ്രാപിക്കുക, സ്വർഗരാജ്യം പ്രാപിക്കുക എന്നുള്ളത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. തൻ്റെ പരിശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവരാജ്യത്തിലേക്കുള്ള എല്ലാ വാതിലും യേശുക്രിസ്തു തൻ്റെ വചനശുശ്രൂഷയിലൂടെ ലോകത്തിന് തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും നിത്യജീവനിൽ അവകാശികളായി തീരണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ കർത്താവ് വചനം ഇങ്ങനെ പറയുന്നു, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായി ഉണരും. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ദൈവം നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായ നമുക്ക് നൽകിയിരിക്കുന്ന നിത്യജീവൻ അവകാശമാക്കാൻ നമുക്ക് സാധിക്കുമോ? ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നിത്യരക്ഷ, അല്ലെങ്കിൽ നിത്യജീവൻ, അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിത്യജീവന് വേണ്ടി ദാഹിക്കുക, അതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുക എന്നതാണ് നാം കൊടുക്കേണ്ട ഏറ്റവും വലിയ പ്രാധാന്യം. ഇവിടെ കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നിത്യജീവനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒത്തിരി വേദഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 13-ാം അധ്യായം അതിന് 24 മുതൽ വായിക്കുമ്പോൾ അവിടെ 6 ഉപമകൾ കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച്, നിത്യജീവൻ അവകാശമാക്കുന്നതിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് യേശുക്രിസ്തു വെളിപ്പെടുന്ന ഉപമകളാണ്. 1 കളകളുടെ ഉപമ, 2 കടുകുമണിയുടെ ഉപമ, 3-ാമത്തെ ഉപമയാണ് പുളിച്ച മാവിൻ്റെ ഉപമ. വീണ്ടും അതിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിയുടെ ഉപമയിലൂടെ ദൈവരാജ്യത്തെ വെളിപ്പെടുന്നു. വീണ്ടും വലയുടെ ഉപമയിലൂടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗരാജ്യത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് വെളിപ്പെടുത്തുക. ഇവിടെ കളകളുടെ ഉപമയിൽ യേശുക്രിസ്തു വെളിപ്പെടുന്ന ഇങ്ങനെയാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 24-ാമത്തെ വാക്യം, അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. സ്വർഗരാജ്യത്തെ ഉപമകളിലൂടെ കർത്താവ് സാദൃശ്യപ്പെടുത്തിയ 1, 2, 3, 4, 5 ഉപമകൾ ഈ ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രമാണ് കർത്താവ് ആവർത്തിച്ച് വെളിപ്പെടുത്തുന്നത്. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് തൻ്റെ മുന്നിലിരിക്കുന്ന ജനത്തെ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ദൈവരാജ്യത്തെക്കുറിച്ച് ഒന്നാമത്തെ ഉപമ ഇതാണ്. നല്ല വിത്ത് വിതച്ച ഒരു
മനുഷ്യനോട് ഈ ദൈവരാജ്യത്തെക്കുറിച്ച് ഭൂമിക്കുകയാണ്. അതിനടുത്ത വാക്യത്തിൽ പറയുകയാണ്, മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറ് വളർന്ന് തീരാറായപ്പോൾ കളയും കാണാതായി വന്നു. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട്. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പ് പൊടി പിഴുതുപോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നതോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെക്കുവാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഇവിടെ കളയും നല്ല ഫലവും കൂടി വേർതിരിക്കുന്ന, ഗോതമ്പും കളയും കൂടി വേർതിരിക്കുന്ന അനുഭവമാണ് ദൈവരാജ്യമെന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നന്മ ചെയ്യുന്നത് നന്മയുടെ പ്രതിഫലം, തിന്മ ചെയ്യുന്നത് തിന്മയുടെ പ്രതിഫലം അനുഭവിക്കേണ്ടി വരും. അതായത് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്താൽ നന്മയുടെ പ്രതിഫലം, തിന്മ ചെയ്താൽ തിന്മയുടെ പ്രതിഫലം. വെളിപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും പ്രതിഫലമുണ്ട്. നമുക്കറിയാം, ഒരു ജോലി എന്നൊരു മനുഷ്യൻ മാസം തികയുമ്പോൾ മാസ ശമ്പളം കിട്ടും. ഒരു കൂലിപ്പണിക്കാരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണി എടുത്താൽ വൈകിട്ട് കൂലി കിട്ടും. ഒരു കൃഷിക്കാരൻ ഒരു വിത്ത് നട്ടാൽ അതിൻ്റെ കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു ഫലം അതിൽ നിന്ന് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് പ്രവൃത്തി ചെയ്താലും ഒരു പ്രതിഫലമുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്തവന് നന്മയുടെ പ്രതിഫലം, തിന്മ ചെയ്യുന്ന തിന്മയുടെ പ്രതിഫലം. ഈ നന്മയും തിന്മയും വേർതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത്. എത്ര വലിയ പാപം ചെയ്താലും എന്നെ സംരക്ഷിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. ഇവിടെ നെല്ലും പതിരും ഒരുപോലെ വളരുവാൻ അനുവദിക്കുന്നൊരു ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇവിടെ കർത്താവിൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുന്നത്. എന്നാൽ ഇത് കൊയ്ത്ത് കാലമുണ്ട്. അതായത് നന്മയ്ക്കും തിന്മയ്ക്കും പ്രതിഫലം ലഭിക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസം വചനം പറയുന്നു, കളകളെല്ലാം പറിച്ചുകൂട്ടി തീയിലേക്കെറിയും. ഇതുവരെ പാപത്തിൽ ജീവിച്ചിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, എനിക്ക് തിന്മയായതൊന്നും ദൈവം നൽകിയിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് ദൈവത്തിൻ്റെ കരുണയെ ചോദ്യം ചെയ്യാതെ ചെയ്തുപോയ തെറ്റുകൾ തിരുത്തി ദൈവരാജ്യ അനുഭവത്തിൽ നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഈ ഉപമ കർത്താവായ യേശുക്രിസ്തു നമ്മളെ വ്യക്തിപരമായി പഠിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത ഉപമ കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് കടുകുമണിയുടെ ഉപമയാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യം, മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അത് മനുഷ്യൻ എടുത്ത് തൻ്റെ വയലിൽ ഇട്ടു. അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിക്കുവാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. കടുകുമണി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും ചെറിയൊരു ധാന്യമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അതിലും ചെറിയ ധാന്യങ്ങളുണ്ട് എങ്കിലും ആ കടുകുമണി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ധാന്യമാണ്. എന്നാൽ അത് വയലിലിട്ട് കഴിയുമ്പോൾ അത് മുളച്ച് വളർന്ന് വലുതായി ഒരു വൃക്ഷമായി തീരുകയാണ്. അതിനെ പറയുന്നു, എല്ലാ വിത്തിലും ചെറിയതെങ്കിലും അത് വളർന്ന് സസ്യങ്ങൾ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിക്കുവാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. വെറും ഒരു കടുകുമണി വലിയൊരു വടവൃക്ഷമായി മാറുക, അല്ലെങ്കിൽ വലിയൊരു വൃക്ഷമായി മാറുകയാണ്. അവിടെ അനേകം പക്ഷികൾ വസിക്കുവാൻ തക്കവണ്ണം, പറവകൾ വന്ന് വസിക്കുവാൻ തക്കവണ്ണം അത് വലിയൊരു വൃക്ഷമായി തീരുകയാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവിൻ്റെ ഉപമ
നിസാരമായത് അനേകം പേർക്ക് ഒരു അനുഗ്രഹമായി മാറുന്നതിനെക്കുറിച്ച് യേശുക്രിസ്തു വെളിപ്പെടുത്തി. ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അനേകം പേർക്ക് ഒരു അനുഗ്രഹമായി മാറുകയാണ്. ഇവിടെ കടുകുമണി നിലത്ത് വീണ് അത് മുളച്ച് വളർന്നപ്പോൾ ആ കടുകുമണി ഇല്ലാതാകുകയാണ് ചെയ്തത്. തൻ്റെ രൂപം നഷ്ടപ്പെട്ടു, തൻ്റെ ധാന്യഫലം നഷ്ടപ്പെട്ടു. എന്നാൽ തന്നിൽ നിന്ന് മുളച്ചു വളരുന്ന ഒരു വലിയൊരു വൃക്ഷം ഇവിടെ ലോകം കാണുകയാണ്. ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ സ്വയം ഇല്ലാതായിത്തീർന്ന മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്ന ഒരു അനുഭവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടോ? ഇന്ന് ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ നാം വിശുദ്ധരെന്ന് ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ മധ്യസ്ഥനെ അഭയപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവർ ഈ ലോകത്തിൽ ഒരുപക്ഷെ ആർക്കും അറിയപ്പെടാതിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരു ചെറിയൊരു കടുകുമണിയെപ്പോലെ ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞ, ഏറ്റവും ബലഹീനമായ ഒരു പാത്രമായി ജീവിച്ച വ്യക്തികളായിരിക്കാം വിശുദ്ധന്മാർ. എന്നാൽ അവർ മണ്ണിൽ അലിഞ്ഞു ചേർന്നപ്പോൾ അവരുടെ ആത്മാവ് വളർന്ന് വളർന്ന് പന്തലിക്കുകയാണ് ചെയ്തത്. ഇന്ന് അവരുടെ മധ്യസ്ഥതയിൽ അനേകം പേര് അഭയം കൊള്ളുന്നു. അവരുടെ മധ്യസ്ഥത അനേകം പേർക്ക് ഒരു അനുഗ്രഹമായി മാറുന്നു. ഈ ലോകത്തിൽ ദൈവരാജ്യ അനുഭവത്തിൽ ജീവിച്ച് ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയ വിശുദ്ധരുടെ ജീവിതം അനേകം പേർക്ക് ഒരാശ്വാസമായി മാറുകയാണ്. നമുക്ക് മുന്നിൽ കാണുന്ന അനേകം വിശുദ്ധർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരുപക്ഷെ ആർക്കും വേണ്ടാതിരുന്ന ഏറ്റവും കുറഞ്ഞൊരു ബലഹീനമായൊരു ജീവിതം നയിക്കുന്നവരായിരിക്കാം. എന്നാൽ അവരുടെ മരണത്തിന് ശേഷം ഒരു പുതിയൊരു അനുഭവത്തിലേക്ക് അവരിലൂടെ അനേകം പേര്, അവരുടെ മധ്യസ്ഥയിലൂടെ, അവരുടെ പ്രാർത്ഥനയിലൂടെ അനേകം പേര് നിത്യരക്ഷയിലേക്ക് നയിക്കപ്പെടുവാൻ കാരണമായി തീരുന്നു. നിത്യമായ ജീവിതത്തിൻ്റെ തുടക്കം ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ തീർന്നു പോകുന്നല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം, അതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഉപങ്ങളുടെ രഹസ്യങ്ങളിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുക. അടുത്തത് ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നത് പുളിച്ച മാവിനോട് സദൃശ്യമായ ഉപമയാണ്. അതിന് 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നു, അവൻ മറ്റൊരു അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. അതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ദൈവരാജ്യ അനുഭവം പങ്കുവയ്ക്കുന്ന വ്യക്തികളായിരിക്കും. നമുക്കറിയാം, ഈ ലോകത്തിൽ പാപം ചെയ്യുന്ന ഒരു വ്യക്തി മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനം 1-2 വാക്കിൽ കർത്താവ് വചനം പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, നടന്നാൽ നീയും ദുഷ്ടത പ്രവർത്തിക്കും. പരിഹാസിയുടെ ഇരിപ്പിടൽ ഇരിക്കരുത്, ഇരുന്നാൽ നീയും പരിഹാസിയാകും. അതിനെ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്, പാപിയുടെ വഴി നിന്നാൽ നീയും പാപിയായി മാറും. അതായത് ഈ ലോക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വേർപാട് ആവശ്യമാണ്. നന്മ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന, നന്മ ചെയ്യുന്ന, ദൈവരാജ്യ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ മാറണം. ഇന്ന് നാം മറ്റുള്ളവർക്ക് തിന്മ പകർന്നു കൊടുക്കുന്നതാണോ അതോ നന്മ പകരുന്നൊരു വ്യക്തിയാണോ? ഇന്ന് ഞാൻ മറ്റുള്ളവർക്ക് പാപം പങ്കുവയ്ക്കുന്ന വ്യക്തിയാണോ അതോ മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നൊരു വ്യക്തിയാണോ? നമ്മുടെ വ്യക്തിപരമായ ജീവിതം സ്വയം ഒന്ന് പരിശോധിക്കണം. മറ്റുള്ളവർക്ക് നിത്യജീവൻ പകരുന്ന, ദൈവാനുഭവം പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയായി നാം തീരുന്നുണ്ടോ പരിശോധിക്കണം. ഇന്ന് ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തി മറ്റുള്ളവർക്കത് പങ്കുവയ്ക്കുന്ന, തന്നിലുള്ള സ്വഭാവം മറ്റുള്ളവർക്ക് പകരുന്ന, ദൈവരാജ്യാനുഭവം പങ്കുവയ്ക്കുന്ന ഒരു ദൈവിക അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണോ? ഒരു സ്വല്പം പുളിമാവ് ഒത്തിരി മാവിനെ പുളിപ്പിക്കുന്ന പോലെ
ഒരു ദൈവരാജ്യ അനുഭവമുള്ള ഒരു വ്യക്തി മറ്റുള്ളവരെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് നയിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് നാം തിരിച്ചറിയണം. ഇന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കും, ഞാൻ മുഖാന്തരം നിത്യരക്ഷ പ്രാപിച്ച, നിത്യജീവൻ പ്രാപിച്ച അനേകം വ്യക്തികൾ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തിപരമായി പറയാൻ സാധിക്കുമോ? ഞാൻ മുഖാന്തരം നിത്യജീവൻ പ്രാപിച്ച വ്യക്തികൾ, ഞാൻ മുഖാന്തരം ദൈവാനുഭവത്തിൽ നിന്ന് വന്ന വ്യക്തികൾ, ഞാൻ മുഖാന്തരം യേശുവിനെ വ്യക്തിപരമായി രുചിച്ചറിഞ്ഞ വ്യക്തികൾ. കർത്താവിന് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു പാപിയെ പാപത്തിൽ നിന്ന് ജീവൻ്റെ വഴിയിലേക്ക് പിന്തിരിപ്പിക്കുന്നവൻ, അവൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, അവൻ നിത്യ രക്ഷ പ്രാപിക്കുന്നു. യാക്കോബ് ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. പാപിയെ തെറ്റായ മാർഗ്ഗം ജീവൻ്റെ മാർഗത്തിലേക്ക് നയിക്കുന്നവൻ, അവൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, അവൻ്റെ പ്രാണനെ രക്ഷിക്കുന്നു, അതായത് നിത്യരക്ഷ പ്രാപിക്കുന്നു. ഒരു മനുഷ്യനെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ ഒരു പുളിമാവ് മറ്റ് മാവിന് പുളി നൽകുന്നത് പോലെ, പുളിപ്പ് നൽകുന്നത് പോലെ, ദൈവരാജ്യ അനുഭവത്തിലായിരിക്കുന്ന മറ്റുള്ളവർക്ക് ദൈവരാജ്യ അനുഭവം പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയായി തീരുന്നുവെങ്കിൽ നാം ദൈവരാജ്യ അനുഭവത്തിലാണ് എന്ന് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. ഒരു പുളിമാവ് അനേകം മാവിനെ പുളിപ്പിക്കുന്ന പോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതം മറ്റുള്ളവർക്ക് ദൈവരാജ്യ അനുഭവം പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ നമുക്കായിത്തീരാം. ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തി അത് പങ്കുവയ്ക്കുന്ന വ്യക്തിയായി തീരും എന്ന് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. വീണ്ടും കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് പഠിപ്പിക്കുന്ന മറ്റൊരു ഉപമയാണ് ഒളിച്ചുവെച്ച നിധിയുടെ ഉപമ. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. വീണ്ടും അതിനോട് ചേർന്ന മറ്റൊരു ഉപമ കർത്താവ് പഠിപ്പിക്കുകയാണ്. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്നൊരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വലിയ മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഈ രണ്ട് ഉപമയും ഒരേ അർത്ഥമാണ്. ഒരു മനുഷ്യൻ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതായത് ഒരു മനുഷ്യൻ ഒരു വയലിൽ ഒരു നിധി കണ്ടു. ആ നിധിയുടെ വില എത്ര വലുതാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായിരുന്ന എല്ലാം വിറ്റ് ആ നിധി ഉള്ള സ്ഥലം വിലയ്ക്ക് വാങ്ങിയ. അതായത് ഈ നിധിയുള്ള സ്ഥലമാണ് സ്വർഗരാജ്യം, ദൈവരാജ്യം. സ്വർഗരാജ്യം സ്വന്തമാക്കാൻ, ദൈവരാജ്യം സ്വന്തമാക്കാൻ വില കൊടുക്കണം. കർത്താവിന്റെ വചനം പറയുന്നു, ബലാത്കാരികൾ ദൈവരാജ്യം ബലാത്കാരമായി അവകാശമാക്കും. വിലയുള്ളത് കിട്ടണമെങ്കിൽ വില കൊടുക്കണം. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കടയിൽ അരി മേടിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം മേടിക്കാൻ ചെല്ലുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയുടെ അരി തരാൻ പറഞ്ഞാൽ ഏറ്റവും മോശമായ അരി ആയിരിക്കും ലഭിക്കുന്നത്. ഏറ്റവും നല്ല അരി ലഭിക്കണമെങ്കിൽ നല്ല വില കൊടുക്കണം. നല്ല വില കൊടുത്താൽ നല്ല സാധനം കിട്ടും. നമുക്ക് സാധാരണ കടകളിലൊക്കെ ഇപ്പോൾ പല വിലകളുടെ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്, അതിൻ്റെ ഗുണമേന്മ അനുസരിച്ച് ഓരോന്നിനും ഓരോ വിലയാണ്. അങ്ങനെയാണെങ്കിൽ വിലപ്പെട്ടത് ലഭിക്കണമെങ്കിൽ വില കൊടുക്കണം. സ്വർഗരാജ്യം വിലപ്പെട്ട ഒന്നാണ്. സ്വർഗരാജ്യത്തിൻ്റെ വില എത്രയാണെന്ന് കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ, തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ വിലയാണ്. ഒരു സ്വർഗരാജ്യത്തിൻ്റെ വില എന്താണ്? ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വിലയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ആത്മാവിന് എന്തുമാത്രം വിലയുണ്ട്? യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, ഈ ലോകം മുഴുവൻ നേടിയാലും അതിനേക്കാൾ വിലയുണ്ട് ഒരു മനുഷ്യൻ്റെ ആത്മാവിന്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ്റെ ആത്മാവിന് ലോകം മുഴുവൻ നേടുന്നതിനേക്കാൾ വലിയ വിലയുണ്ടെങ്കിൽ അതിനേക്കാൾ വിലയുണ്ട് സ്വർഗരാജ്യത്തിന്. ഇത്രമാത്രം വിലമതിക്കുന്ന ഈ ദൈവരാജ്യം അവകാശമാക്കാൻ വേണ്ടി നാം വില കൊടുക്കണം. ഇവിടെ ഈ നല്ല കർഷകൻ അല്ലെങ്കിൽ നല്ല മനുഷ്യൻ ചെയ്തത്, അവൻ ബുദ്ധിമാനായ മനുഷ്യനാണ്.
അവൻ്റെ സകലവും നഷ്ടപ്പെടുമ്പോൾ ഇതിനേക്കാളെല്ലാം ഒത്തിരി വിലയുള്ള ഒന്ന് എനിക്ക് കിട്ടാൻ പോവുകയാണ് എന്നുള്ള വലിയൊരു ബുദ്ധിപരമായ ഒരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള സമ്പത്തിൻ്റെ പിന്നാലെ, സൗകര്യങ്ങളുടെ പിന്നാലെ, സ്ഥാനമാനങ്ങളുടെ പിന്നാലെ നാം ഓടുമ്പോൾ പലപ്പോഴും നാം നിത്യജീവൻ്റെ വില മറന്നു പോവുകയാണ്. നിത്യജീവൻ്റെ വില മനസ്സിലാക്കിയ വ്യക്തി ലോകത്തിലുള്ള സകലത ഉപേക്ഷിച്ച് യേശുവിനെ പിൻചെല്ലും. നമുക്കറിയാം, ഇന്ന് നാം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, മധ്യസ്ഥ വഹിക്കുന്ന സകല വിശുദ്ധരും അവർ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ലോകവും അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം ഛേദമെന്നെണ്ണി യേശുക്രിസ്തു മുഖാന്തരം നിത്യജീവൻ ലക്ഷ്യമാക്കി അവർ യാത്ര ചെയ്തു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാറ്റേക്കാളും വിലയായി ദൈവരാജ്യത്തെ കാണുവാൻ, സ്വർഗരാജ്യത്തെ കാണുവാൻ, നിത്യജീവൻ്റെ വില മനസ്സിലാക്കി സകലവും ഛേദമെന്നെണ്ണി യേശുക്രിസ്തു മുഖാന്തരം നിത്യജീവൻ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം സ്വയം ഒന്ന് പരിശോധിക്കണം. ഇവിടെ സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്നൊരു വ്യാപാരിക്ക് സദൃശ്യം. അവൻ വിലയേറിയ മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. സകലതും വിറ്റ് വിലയുള്ള മുത്ത് വാങ്ങിയ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാറ്റിനേക്കാൾ ഉപരിയായി വിലയുള്ള നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ലോകത്തിലെ എന്തിനെല്ലാം നാം വലിയ വില കൊടുക്കുന്നു, അതിനേക്കാളെല്ലാം വിലമതിക്കുന്നതാണ് സ്വർഗരാജ്യം, നിത്യജീവൻ എന്നുള്ളത്. അടുത്തത് കർത്താവായ യേശുക്രിസ്തു പറയുന്നത് ഒരു വലയുടെ ഉപമയാണ്. 47-ാം വാക്യം കർത്താവിന്റെ വചനം പറയുന്നു, പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്ന ഒരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവനത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നുകൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇവിടെ സ്വർഗരാജ്യത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന അവസാനത്തെ ഉപമയാണ് വലയുടെ ഉപമ. നമുക്കറിയാം, വല ഒരു കടലിൽ എറിയുമ്പോൾ, മത്സ്യം പിടിക്കാനായിട്ട് എറിയുമ്പോൾ അതിലെല്ലാത്തരം മത്സ്യങ്ങളും കയറും. എന്നാൽ ആ വല നിറയുമ്പോൾ അത് വലിച്ചു കയറ്റി അവിടെ ഇരുന്നു കൊണ്ട് അത് പാത്രങ്ങളിൽ കൂട്ടിവെച്ച് ചീത്ത എറിഞ്ഞു കളഞ്ഞ്, അതായത് ഉപയോഗശൂന്യമായത്, ആവശ്യമില്ലാത്തത് എറിഞ്ഞു കളഞ്ഞ് നല്ലത് മാത്രം ഒരു മുക്കുവൻ തൻ്റെ കൂടയിൽ ചേർത്ത് വയ്ക്കും. ഇതുപോലെ നല്ലതിനെയും ചീത്തയും വേർതിരിക്കുന്ന ഒരു അനുഭവമാണ് ദൈവരാജ്യമെന്ന്, സ്വർഗരാജ്യമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ അത് സംഭവിക്കും. അതായത് ലോകം അവസാനിക്കുമ്പോൾ നന്മയും തിന്മയും വേർതിരിക്കപ്പെടും എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ടുകളയും. ഒരു മനുഷ്യൻ എപ്പോൾ സംഭവിക്കുമെന്നറിയാത്ത 3 കാര്യങ്ങളാണ്. 1 മരണം, 2 ലോകാവസാനം, 3 കർത്താവിൻ്റെ വരവ്. മരണം എപ്പോൾ സംഭവിക്കുന്ന ആർക്കും അറിയില്ല. അതുകൊണ്ട് നിത്യജീവന് വേണ്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ലോകാവസാനം എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഉണർന്നിരിക്കണമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. 3-ാമത്, കർത്താവായ യേശുക്രിസ്തു എപ്പോൾ വരുമെന്നറിയില്ല. തൻ്റെ പ്രിയനെ ചേർക്കുവാൻ, തൻ്റെ പ്രിയരെ ചേർക്കുവാൻ യേശു വാനമേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ നിത്യജീവൻ അവകാശിയായി ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ വേർതിരിക്കാൻ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ നിത്യജീവൻ അവകാശിയായി ജീവിക്കുന്ന വ്യക്തികൾ ഞൊടിയിടയിൽ രൂപാന്തരപ്പെട്ട് അവനോട് പറന്നു വരും. അങ്ങനെയാണെങ്കിൽ നാം ഉണർന്നിരിക്കണം. എൻ്റെ മരണം എപ്പോൾ സംഭവിക്കുന്നറിയില്ല, ലോകാവസാനം എപ്പോൾ സംഭവിക്കുന്നറിയില്ല, യേശുവിൻ 2-ാമത്തെ വരെ എപ്പോൾ സംഭവിക്കുന്നറിയില്ല. അതുകൊണ്ട് ഉണർന്നിരിക്കാം, ഒരുങ്ങിയിരിക്കാം. നമുക്ക് ഇന്ന് മരിച്ചാൽ ഞാൻ നിത്യജീവൻ അവകാശിയായി തീരും. ആ ഒരു ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നന്മ ചെയ്ത് വിശുദ്ധ ജീവൻ നയിച്ച് വിശുദ്ധന്മാർക്ക് മാത്രമായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം പ്രാപിക്കാൻ നമുക്കൊരുങ്ങാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ബാറക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന്
നിത്യജീവനെന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. കർത്താവെ, ഈ ലോകത്തിൽ നന്മയും തിന്മയും വേർതിരിച്ച ഒരനുഭവമുണ്ട്, ദൈവരാജ്യ അനുഭവമുണ്ട് എന്നുള്ള ആ വലിയ ബോധ്യത്തോടെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസിൽ ഇരിക്കാതെ നിത്യജീവൻ ലക്ഷ്യമാക്കി ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാൻ, വിശ്വാസ ജീവൻ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ ആവശ്യങ്ങൾ എന്നിവയുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ യേശു നാമത്തിൽ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ലോകത്തിൽ എന്തെല്ലാം നേടിയാലും അതിനേക്കാൾ വിലയുണ്ട് നിത്യജീവൻ, നിത്യരക്ഷ. അതിനുവേണ്ടി ഉത്സാഹിക്കുവാനുള്ള കൃപയും ശക്തി അഭിഷേകം ഞങ്ങൾക്ക് നൽകണം. ഈ വചനം കേൾക്കുന്ന ഈ ചെറിയ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. വചനത്തിൻ്റെ യോഗ്യതയാൽ കർത്താവെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നിത്യരക്ഷയിലേക്ക് നയിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അടുത്ത പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണം, നിത്യജീവൻ അവകാശികളാക്കി മാറ്റണം, നിത്യരക്ഷയിലേക്ക് ഞങ്ങൾ നയിക്കണം. പാപമോചനവും നിത്യരക്ഷവും ഞങ്ങൾക്ക് നൽകണം. പരിശുദ്ധമേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വത്തോടെ മാത്രം എടുക്കണം യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.